ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന നമ്മൾ വീടിൻ്റെ അകത്ത് നമ്മൾ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ ഡിസൈൻ ചെയ്ത് വെക്കണം, എന്തെല്ലാം തീരുമാനങ്ങളൊക്കെ ആദ്യം നമ്മൾ എടുക്കണം, എങ്ങനെയാണ് സീലിംഗ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു റൂമിൻ്റെ അല്ലെങ്കിൽ ഹാളിൻ്റെ അകത്ത് വരുന്ന ഡൈനിങ് ഏരിയ, ഹാളിൻ്റെ ഏരിയയുമാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇത് ഒറ്റ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻട്രലായിട്ടൊരു ബീം വരുന്നുണ്ട്. ആ ബീം നമുക്ക് സീലിംഗ് ചെയ്യുന്ന സമയത്ത് കാണാതിരിക്കുന്നതിന് ഒരേ ലെവലിലാണ്, ഒറ്റ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ? ഒറ്റ ലെവലിൽ തന്നെ നമ്മുടെ ലിവിങ് ഏരിയയും അതുപോലെ ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ ഒറ്റ ലെവലിൽ തന്നെ ആ ബീമിൻ്റെ സെപ്പറേഷൻ വരാത്ത രീതിയിലാണ് ലിവിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ മുകളിൽ നിന്ന് ഒറ്റ സീലിംഗ് ആദ്യം ചെയ്തിരിക്കുന്നു. ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സീലിംഗ് ചെയ്തിരിക്കുന്നു. ഒരു 4 ഇഞ്ച് താഴ്ത്തി സീലിംഗ് ചെയ്തതിന് ശേഷം പിന്നെ വരുന്ന സീലിംഗ് നമ്മുടെ LED സ്ട്രിപ്പ് ഒട്ടിക്കേണ്ട രീതി കണ്ട, ജസ്റ്റ് ആ കോലൈറ്റ്സ് വരുന്ന LED സ്ട്രിപ്പ് ഒട്ടിക്കേണ്ട രീതി കാണാൻ സാധിക്കും. അതിൻ്റെ താഴ്ച കൊടുത്തിരിക്കുന്നത് ആ ബീമിൻ്റെ അടിയിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒറ്റ ഹാളായിട്ടും അതുപോലെ ഒറ്റ ലിവിങ് ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തിരിഞ്ഞ് നിൽക്കാത്ത ഒരവസ്ഥ വരും. അപ്പോൾ നമുക്ക് മാക്സിമം ഹൈറ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ സീലിങ്ങിൻ്റെ ഫസ്റ്റ് സീലിങ്ങിൻ്റെ മുകളിൽ വരുന്ന 4 ഇഞ്ചും പിന്നെ താഴത്തെ വരുന്ന 6 ഇഞ്ചും കൂടി ഏകദേശം ഒരു 10 ഇഞ്ച് താഴ്ത്തിയാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ ആ ഒരു ബീമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 9 ഇഞ്ച്, നമ്മളൊരു 10 ഇഞ്ച് ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമായിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് വരുന്ന ഏരിയ നമ്മൾ ഫാനിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. കണ്ടോ, ഫാനിൻ്റെ ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഫാനിൻ്റെ ഏരിയയിൽ ഒരു സ്ക്വയർ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അകത്ത് വീണ്ടും ഒരു സീലിങ്ങിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ ലൈറ്റ് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫാനിൻ്റെ റോഡ് നമ്മൾ അളന്നെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്ര ഹൈറ്റ് താഴ്ത്തിയാണ് സീലിംഗ് വരുന്നതെന്ന് നോക്കിയതിന് ശേഷം അവിടെ നിന്നും 10 ഇഞ്ച് നമുക്ക് താഴ്ച കിട്ടണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാൻ ഇടുന്ന സമയത്ത് 2 കപ്പ് വരുന്നുണ്ട് ഫാനിൻ്റെ ബാക്കിൽ വരുന്നത്. ആ 2 കപ്പും നമുക്ക് ഇടാനുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 9 ഇഞ്ചെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫാൻ ഫിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 9 ഇഞ്ചെങ്കിലും റാഡിൻ്റെ താഴ്ച നമുക്ക് കിട്ടണം. ഇതിപ്പോൾ ഓൾറെഡി ഉള്ളിലേക്ക് ആയതുകൊണ്ട് നമുക്ക് കൈ ഇട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സീലിങ്ങിൽ നിന്ന് താഴേക്ക് നമുക്ക് ഒരു 9 ഇഞ്ച് കിട്ടാവുന്ന രീതിയിലാണ് റാഡ് കൊടുത്തിരിക്കുന്നത്, ഫാനിൻ്റെ റാഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെപ്പറേറ്റ് സീലിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വീണ്ടും LED സ്ട്രിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോയിൻ്റ് കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ സൈഡുകളിൽ പോയിൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി സീലിംഗ് ചെയ്ത് പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത്. ആദ്യമേ തന്നെ നമ്മൾ ഡയഗ്രത്തിൽ തീരുമാനിക്കണം എവിടെയൊക്കെ ലൈറ്റ്സ് വേണം. അപ്പോൾ അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്ത് ക്ലിയർ ചെയ്ത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് സീലിംഗ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എത്ര വയറുകളാണ് കൊടുക്കേണ്ടത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അതുപോലെ തന്നെ നമ്മളൊരു സിറ്റ് ഔട്ടിൻ്റെ ഏരിയയിൽ വന്നിരിക്കുന്ന സീലിംഗാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു സ്ക്വയർ കൊടുത്തതിന് ശേഷം ആ സ്ക്വയറിൻ്റെ 4 ഏരിയകളിൽ 4 പോർഷനായിട്ട് തിരിച്ചതിന് ശേഷം അവിടെ നമ്മൾ ലൈറ്റ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലൈറ്റ് പോയിൻ്റ് നമ്മൾ കൊടുക്കുന്ന പാനൽ ലൈറ്റ്സ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ സെൻറ്ററിൽ നമ്മൾ ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ആണോ ഒരു ചെറിയൊരു ബീം പോലെ ഒരു എച്ച് നല്ല ആകൃതിയിൽ ഒരു ബീം പോലെ തന്നെ റെഡിമെയ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മൈക്കയാണ് ഉദ്ദേശിക്കുന്നത്. മൈക്ക ഒട്ടിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫിനിഷിംഗ് സ്റ്റേജ് വരുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളെ കാണിച്ച് ഫിനിഷിംഗ് വരുന്നതിന് ശേഷമുള്ള വീഡിയോയും നമുക്കൊരു അടുത്ത വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാൻ്റെ റോഡ് നമ്മൾ ഇടേണ്ടത് മിനിമം ഏറ്റവും കുറഞ്ഞത് 9 ഇഞ്ച് എങ്കിലും ഇടണം. മാക്സിമം 10 ഇഞ്ച് കൂടുതൽ പോകാതിരിക്കുക. അപ്പോൾ ഒരുപാട് ലെങ്ത്ത് വരുന്നു. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഏരിയയിലാണെങ്കിൽ നമ്മളൊരു ഓപ്പൺ ഏരിയയാണ് വന്നിരിക്കുന്നത്. ഓപ്പൺ ഏരിയയിലാവുമ്പോൾ സമയത്ത് നമ്മുടെ മുകളിൽ നിന്നുള്ള ലൈറ്റ്സുകളുടെ എണ്ണം കൂടുതൽ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ LED സ്ട്രിപ്പിനുള്ള ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. സൈഡുകളിലായിട്ട് കണ്ടോ LED സ്ട്രിപ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ LED സ്ട്രിപ്പ് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ നോട്ടം കിട്ടുന്ന ഏരിയകളിൽ LED സ്ട്രിപ്പിൻ്റെ അഡാപ്റ്റർ വെക്കാതിരിക്കുന്നതിന് ഏതെങ്കിലും സൈഡിൽ വേണം പോയിൻ്റ് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു റൂമിൻ്റെ അതായത് നമ്മുടെ ബെഡ്റൂമിൻ്റെ മുകളിൽ വരുന്ന ബെഡിൻ്റെ മുകളിൽ വരുന്ന സീലിംഗാണ് ഈ ചെയ്തിരിക്കുന്നത്. ബെഡിൻ്റെ മുകളിൽ വരുന്ന സീലിങ്ങിൽ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു 1 വാട്ടിൻ്റെ LEDക്ക് വേണ്ടിയിട്ടാണ് ആ സൈഡിൽ 2 പോയിൻ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു ഫാനിൻ്റെ ഓപ്ഷൻ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ നമ്മൾ ഒരു LED സ്ട്രിപ്പ് സൈഡിലായിട്ട് മൊത്തം കിട്ടാവുന്ന രീതിയിൽ ഒരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ പാനൽ ലൈറ്റ്സ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അത് മാത്രമല്ല നമ്മൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീലിൻ്റെ ഹൈറ്റ് നമ്മൾ തീരുമാനിക്കണം. എന്നാൽ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഫാൻ്റെ റോഡും കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉണ്ട്, ഇതിൻ്റെ ബാക്കിലാണ് LED വരുന്നത്. അപ്പോൾ LED അഡാപ്റ്റർ വെക്കാനായിട്ട് നമ്മൾ ഏറ്റവും നല്ല ഒരു സൂട്ടായ സ്ഥലം നോക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ LED സ്ട്രിപ്പ് കൊടുത്തതിന് ശേഷം ആ അഡാപ്റ്റർ വയ്ക്കുന്ന സ്ഥലങ്ങൾ കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അഡാപ്റ്റർ വയ്ക്കുന്നതിൻ്റെ ആ നിഴൽ ഓൾറെഡി നമുക്ക് ആ LED സ്ട്രിപ്പിൽ ഫീൽ
ഫീൽ ചെയ്യും, എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ ഭിത്തിയിൽ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ കാണാത്ത ഏരിയകളിൽ, അതായത് പെട്ടെന്ന് നോട്ടം കിട്ടാൻ കയറി വരുമ്പോൾ നോട്ടം കിട്ടാത്ത ഏരിയകളിലായിരിക്കണം എൽ ഇ ഡി സ്ട്രിപ്പിനുള്ള പോയിന്റ് നമ്മൾ വലിച്ചിടേണ്ടത്. അതും കൂടി ശ്രദ്ധിച്ചാൽ കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, എൽ ഇ ഡി സ്ട്രിപ്പിന് ഇവിടെ നമ്മൾ കൊടുക്കുന്ന എൽ ഇ ഡി സ്ട്രിപ്പ് 1 മീറ്ററിന് എത്ര ആംപിയർ കൊടുക്കണം എന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അതിന് താല്പര്യം നിങ്ങൾ ജസ്റ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ നമുക്ക് കാണാൻ സാധിക്കും. മിനിമം വേറെ ഒന്നുമില്ല, ഒരു 12 മിനിമം വരുന്ന എല്ലാം തന്നെ 12 വോൾട്ടിൻ്റെ എൽ ഇ ഡി സ്ട്രിപ്പുകളാണ് നമ്മൾ കൊടുക്കുന്നത്. 1 മീറ്ററിന് 1 ആംപിയറെങ്കിലും കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ബ്ലിങ്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. വർക്ക് ചെയ്യും, കുറച്ച് നാളുകൾ കഴിയുന്ന സമയത്ത് വോൾട്ടേജ് വേരിയേഷൻ വരുന്ന സമയത്താണെങ്കിലും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് 1 മീറ്ററിന് 1 ആംപിയർ എന്ന രീതിയിൽ തന്നെ എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് വർക്ക് ചെയ്യും. ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യും. പിന്നെ എൽ ഇ ഡി സ്ട്രിപ്പ് വയ്ക്കേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുപോലെ തന്നെ നമ്മളുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഒറ്റ ബീമായിട്ട് ചെയ്തിരിക്കുന്നു. ഇത് 2 പാർട്ടീഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ കളറുകൾ സെലക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നമ്മൾ വൈറ്റ് എൽ ഇ ഡി സ്ട്രിപ്പിനേക്കാൾ നല്ലത് എപ്പോഴും വാം വൈറ്റ്സ് അല്ലെങ്കിൽ ന്യൂട്രൽ വൈറ്റ്സ് അല്ലെങ്കിൽ വാം വൈറ്റ്സ് ആണ് എൽ ഇ ഡി സ്ട്രിപ്പുകൾ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ സൈഡ് ലൈറ്റുകളും വാം വൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രൽ വൈറ്റ് ആണ് ഏറ്റവും നല്ലത്. കാരണം ലിവിങ്ങിൻ്റെ ഏരിയകളിലും അതുപോലെ ഡൈനിങ്ങിൻ്റെ ഏരിയകളിലുമൊക്കെ നമ്മളൊരു ന്യൂട്രൽ സെറ്റപ്പിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുന്ന വാളുകളെല്ലാം നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് വൈറ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ റൂമുകളിലൊക്കെ നമുക്ക് വൈറ്റ് കൊടുക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂമുകളിൽ അത്യാവശ്യം വെട്ടം ആവശ്യമുള്ളതുകൊണ്ട്, വെളിച്ചം ആവശ്യമുള്ളതുകൊണ്ട് വൈറ്റ് നമുക്ക് കൊടുക്കാം. ഈ ഏരിയകളിലെല്ലാം തന്നെ നമുക്ക് ന്യൂട്രൽ വൈറ്റ് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ന്യൂട്രൽ വൈറ്റും വാം വൈറ്റും നമുക്ക് അവൈലബിൾ ആണ്. അതായത് ന്യൂട്രൽ വൈറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ വൈറ്റും അല്ല, വൈറ്റും അല്ല, എന്നാൽ വാമും അല്ലാത്ത സെൻട്രലായിട്ട് നിൽക്കുന്ന എല്ലാ കമ്പനികളും നമുക്കത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഫാനിൻ്റെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഫാനിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് ഒരു സീലിങ്ങിൻ്റെ എൽ ഇ ഡി സ്ട്രിപ്പ് വരുന്നുണ്ട്. അതിൻ്റെ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല RGB വരും, മൾട്ടി കളറിൻ്റെ വരുന്നുണ്ട്. മൾട്ടി കളറാണെങ്കിൽ മൾട്ടി കളർ നമുക്ക്, ഇനി അതല്ല നമ്മൾ എൽ ഇ ഡി സ്ട്രിപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് മൾട്ടി കളർ സെലക്ട് ചെയ്താലും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഒരേ കളർ എപ്പോഴും ഫീൽ ചെയ്യാത്ത രീതിയിൽ വേണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് റിമോട്ട് ഉപയോഗിച്ചിട്ട് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്ന എൽ ഇ ഡി സ്ട്രിപ്പുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് തെളിയിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറുകൾ നമുക്ക് ഓരോ ഫംഗ്ഷൻ വരുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റി യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. എന്നും ഒരേ രീതിയിലുള്ള തെളിയണമെന്ന് ആഗ്രഹമില്ലാത്തവർക്ക് പല രീതിയിലുള്ള കളറുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എൽ ഇ ഡി സ്ട്രിപ്പ് 20 രൂപ തൊട്ട് മീറ്ററിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട അഡാപ്റ്ററുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അഡാപ്റ്ററുകളും ഇതുപോലെ നമ്മൾ കൊടുക്കുമ്പോൾ അഡാപ്റ്ററുകൾ നമ്മൾ ഹൈ ക്വാളിറ്റിയുള്ള അഡാപ്റ്ററുകൾ തന്നെ കൊടുക്കുക. SMPS മോഡൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം സ്വിച്ച് മോഡ് പവർ സപ്ലൈ, അതായത് വോൾട്ടേജ് വേരിയേഷൻ വന്നാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ TV എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്ന സ്വിച്ച് മോഡ് പവർ സപ്ലൈയിലാണ്, SMPS വെച്ചിട്ടാണ്. പണ്ടത്തെ രീതിയിലുള്ള ട്രാൻസ്ഫോമർ അല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് SMPS ആയതുകൊണ്ട് വോൾട്ടേജ് കുറഞ്ഞാലും കൂടിയാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് സ്റ്റഡി വോൾട്ടേജ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ്. സിമ്പിളായിട്ട് പറയുന്നത് സ്റ്റെബിലൈസർ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണോ അതേ ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അഡാപ്റ്ററുകളും SMPS കംപ്ലൈൻറ്റ് കാര്യങ്ങൾ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്പുകൾക്ക് ലോങ് ലൈഫ് കിട്ടാനും ഏറ്റവും നല്ലത് അതിന് SMPS മോഡൽ അഡാപ്റ്ററുകൾ കൊടുക്കുന്നതാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെന്താണ് SMPS മോഡൽ അഡാപ്റ്ററെന്നും സാധാ അഡാപ്റ്ററുകളെന്നും വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി നമ്മളൊരു അടുത്ത വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.